ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നമ്മളിന്നൊരു പ്ലം പുഡിംഗ് ഉണ്ടാക്കണം കേട്ടോ. അതിനുവേണ്ടി സ്പൈസസ് ഒക്കെ നമ്മൾ ഹോം മെയ്ഡ് നമ്മൾ റോസ്റ്റ് ചെയ്തു. ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. നമ്മൾ റൈസിൻസ്, ഉണക്കമുന്തിരി, കാഷ്നട്ട്, അതുപോലെയുള്ള ടൂട്ടി ഫ്രൂട്ടി, അങ്ങനത്തുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഏതാണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഡേറ്റ്സാണ് നമ്മൾ അധികം ചേർത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഒരു പ്രീമിയം ഡേറ്റ്സ്, 600-700 രൂപ വില വരുന്ന ഡേറ്റ്സാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മളെടുത്ത് ചെറുതാക്കിയൊക്കെ ഒന്ന് നുറുക്കി സീഡ് കളഞ്ഞു. അതുപോലെ തന്നെ അതിൽ നമ്മൾ ജാമ് ചേർക്കുന്നുണ്ട്. ജാമ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ജാമും അതിൽ തേക്കി മിക്സ് ഫ്രൂട്ട് ജാമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം നമ്മൾ ഹോം മെയ്ഡ് വൈൻ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യും. നമ്മളതിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് മാത്രം നടത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് ചെയ്ത് വെച്ചു. ഫ്രൂട്ട്സ് ഒന്ന് തണുക്കാനായിട്ട് വെച്ചു. തലേ ദിവസം തന്നെ അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തു. 200 ഗ്രാം ക്യാരറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് പുഡിങ്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെ നമുക്ക് ചെയ്യാം. ഇതെൻ്റെ ഒരു ഷെഫ് എനിക്ക് തന്നതാണ് കേട്ടോ. സിജു ഷെഫ് തന്നൊരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനത് ഒന്ന് ട്രൈ ചെയ്യാം. നല്ല റെസിപ്പിയാണ്, വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ 400 ഗ്രാം ഫ്ലോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഡബിൾ വോളിയം എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ, ഏകദേശം 1 കിലോ എന്ത് വരാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 400 ഗ്രാം ഫ്ലോറിന് 800 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം, അങ്ങനെ എടുക്കാം. ഇതിൽ സ്പൈസസും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തു. ബേക്കിംഗ് പൗഡറൊക്കെ ഞാൻ 8 ഗ്രാം ബേക്കിംഗ് പൗഡറും 6 ഗ്രാം ബേക്കിംഗ് സോഡയും കുക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് ഫ്ലോർ സീവ് ചെയ്യണം. നന്നായിട്ട് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും, നല്ല എയർ ബബിൾസ് കിട്ടാനും നന്നായിട്ട് ഈവണായിട്ട് മിക്സ് ചെയ്യാനും. സ്പൈസസ് പൗഡറൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് 2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്ക് 8 എഗ്ഗ് ഉണ്ട് കേട്ടോ, അത് അടിച്ചെടുത്തു. അതുപോലെ നമുക്ക് ഒരു 350 ഗ്രാം ഷുഗറും 400 ഗ്രാം ബട്ടറും കൂടി നന്നായിട്ട് ക്രീമി ആയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ എഗ്ഗ് കുറച്ച് അല്പാൽപ്പം ഒഴിക്കുകയായിരിക്കും ബെസ്റ്റ്. അതൊഴിച്ചു നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ വിസ്കോണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ഒന്നും ഇത് പരീക്ഷിക്കാത്തത് കൊണ്ട് വല്ലപ്പോഴാണ് നമ്മൾ ഇതുണ്ടാക്കും. നമ്മൾ പ്രൊഫഷണലായിട്ട് പുറത്തേക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ അല്പാൽപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് എഗ് ബീറ്ററോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്ലെൻഡറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ അല്പാൽപ്പം വല്ലപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ മിക്സ് ഫ്രൂട്ട്സ് എസൻസ് നമ്മൾ ഒഴിച്ചു കേട്ടോ. ഒരു 15 ml അതൊഴിച്ചു നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഷുഗർ ഗ്ലൂക്കോസ് ഒരു 20 ml ഒഴിച്ചു കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിറപ്പാണ് കേട്ടോ. എന്നാൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ചേർക്കാം. അതുപോലെ നമുക്ക് കാരമൽ 50 ml കാരമൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വാങ്ങാനും കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ഒരു കളർ, ചെറിയ പ്ലം കേക്കിൻ്റെ അത്ര കളർ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഓവനിലും ബേക്ക് ചെയ്തു, സ്റ്റീമും ചെയ്തു. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി, അതിപ്പോൾ നിങ്ങൾക്ക് അവസാനം കാണാം കേട്ടോ. നമ്മൾ ഹണി കുറച്ച് ഒഴിച്ചു, അല്പം ഗീയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കേട്ടോ. പിന്നെ നമ്മൾ ഫോൾഡിങ് ആണ്. ഇനി അടുത്ത ഫോൾഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഫ്ലോറ് അല്പം ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തു. അതായത് മിക്സിങ് അല്ല, മിക്സിങ് രീതി ഫോൾഡിങ് ആണ്. അതായത് ഭയങ്കര സ്പീഡിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഫ്ലോർ ഇടുമ്പോൾ നമ്മൾ അരച്ചപ്പോൾ അല്പം അരിച്ചു വെച്ച ഫ്ലോറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാനായിട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴെ പോകാതിരിക്കാനായിട്ട്, ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ സോട്ട് ചെയ്ത ക്യാരറ്റൊന്നും ജസ്റ്റ് കുക്കാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം ഷുഗർ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. അത് എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുമ്പോൾ പല സമയത്തായിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യണം. ഓവർ സ്വീറ്റ് ആവാതിരിക്കാൻ നല്ല കാര്യമാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുകയാണ്. ബേക്കിംഗ് ട്രേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വരയുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഫോയിലിട്ട് കവർ ചെയ്യണം. എൻ്റെ കയ്യിൽ ഫോയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് കവർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. ഓവനാണെങ്കിൽ സേഫാണ്. നമുക്ക് ഓവൻ ഞാൻ ഉപയോഗിച്ചില്ല, അതിന് പകരം ജസ്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചു.
അല്പം ഒരു മിസ്റ്റേക്കാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ഫോയിലിട്ട് കവർ ചെയ്ത് പുഡിങ് ഉണ്ടാക്കുകയായിരിക്കും ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു ടു എൻജോയ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കുക. ഞാൻ ഓവനിൽ വെച്ച് അല്പം ഒരു കേക്ക്, ഒരു 400 ഗ്രാം കേക്കും കൂടി ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കി കേട്ടോ. അതാണ് അതിൻ്റെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ഒക്കേഷന് വേണ്ടിയാണ് ഞാൻ പരിപാടി ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ആ ഒക്കേഷനാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരും ഒരു സെലിബ്രേഷൻ. താങ്ക് യു, എൻജോയ് ദ ലൈഫ് ബൈ സജീസ് ഫ്ലവർ ടൈം.